അടിക്ക് മുമ്പ് ഈ ആശാന് പച്ചമുട്ടയെ കട്ടിച്ചെഞ്ഞാവും കഴിക്കുന്ന പതിവുണ്ടോ? ഈ കുറിപ്പ് ഇതിനെയൊക്കെ എവിടുന്ന് സംഘടിപ്പിക്കുന്നു? പറയൂ. പേര് പേര് പറയണ്ട. ആളെ കണ്ടുട്ടോ, നമ്മളിവിടെ കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും. ഇസ്ലാം അത് ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ്? വേഗം ചെന്ന് നിന്റെ തലക്കകത്തിരിക്കുന്ന രഹസ്യം പരസ്യമാക്കിയിട്ട് വാ. നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് നേരെ അതിലേക്ക് തന്നെ അങ്ങ് വരാം. ഇസ്ലാം സ്ത്രീകളുടെ ഒരു ശവക്കുഴിയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോ ഞാൻ ഈ മതം ഉപേക്ഷിച്ചു. ഈ ഓണങ്ങൾക്കൊക്കെ പ്രാന്താണ്. അപ്പൊ മുഹമ്മദ് നബിയുടെ വാപ്പാന്റെ പേര് അബ്ദുള്ള, ഉമ്മാന്റെ പേര് ആമിന. അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചിരിക്കണേ. അതിൽ ഉറപ്പൊന്നുമില്ല കേട്ടോ. മുഹമ്മദ് നബിയുടെ വാപ്പ ആരാണെന്ന് മുഹമ്മദ് നബിക്കാൻ അറിയില്ല, അത് വേറെ കാര്യം. എങ്ങനെ നാറിയപ്പോഴാണ് കുടിച്ചിട്ടത്, അതറിയില്ലേ? ഇത് ചരിത്രത്തിലുള്ളതാ. നിങ്ങൾ ശരിക്കും ഇതിനെ ട്രോളാൻ വിളിച്ചതാണോ? എന്ത് കിട്ടിയാലും വലിച്ചു കേറ്റിക്കോണം. കളവ് പറയാത്തൊരു മനുഷ്യരായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ കളവ് പറഞ്ഞിട്ടുണ്ട്. അത് കളവ് പറഞ്ഞൊരു സന്ദർഭം ഞാൻ പറഞ്ഞുതരാം. അതെ, ഇന്നെങ്ങാനും പൊട്ടിക്കോ, ഇത് വെക്കാനാ. അത് വെക്കുന്ന മൂക്കിലല്ല, ചെവിയിലാണ്. അതെനിക്കറിയാം. എന്റെ കോൺസെൻട്രേഷൻ പോണു, ഒച്ച വെക്കല്ലേ. ഇത് മുഹമ്മദ് നബിക്ക് ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു, അതറിയോ? എന്താ അടിമപ്പെണ്ണിന്റെ പേര്? മാരിയത്തുൽ കിബിത്തിയ. ഒരു ദിവസം മുഹമ്മദ് നബിക്ക് കലശലായ ആഗ്രഹം ഈ പറയുന്ന അടിമപ്പെണ്ണിനെ ഒന്ന് പൂശണം എന്ന്. ഇനി നമുക്ക് ക്ഷമയില്ല. ചൂടുള്ള എണ്ണയിലിട്ട കടുക് മാതിരി ഇടക്കാണ് നമ്മളെ കൽബ്. ഇങ്ങോട്ട് അടുത്ത് വാങ്ങു. അപ്പൊ മുഹമ്മദ് നബി എന്ത് ചെയ്തു? മുഹമ്മദ് നബിയുടെ ഭാര്യ അവിടെ ഉണ്ട്. ഭാര്യയുടെ പേര് എന്താണ്? ഹഫ്സ അല്ലേ? അപ്പൊ ഹഫ്സ അവിടെ ഉള്ളപ്പോ ഈ സ്വന്തം അടിമപ്പെണ്ണിനെ ഇങ്ങനെ ഇട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോ മുഹമ്മദ് നബി എന്ത് ചെയ്തു? ഹഫ്സയുടെ അടുത്തൊരു നുണ പറഞ്ഞു. എന്താ നുണ പറഞ്ഞത്? ഇങ്ങനെയല്ല, ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന്റെ ഉത്തരമായിട്ട് നീ ഒരു നുണ പറയണം. എന്താ ഉത്തരമായി ഒരു നുണ? ഓക്കെ? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളി ഏതാ? അങ്ങനെ ഹഫ്സ ബാപ്പ വിളിച്ചത് കേട്ട് അങ്ങോട്ട് പോയി. ഞാൻ ആലോചിക്കുന്ന മറ്റൊരു കാര്യമാണ്. എന്താണ്? നമുക്കൊരു ലൈക്ക് കൊടുത്തിട്ട് ഫോളോ ബട്ടൺ അമർത്താം. അവിടെ പോയി ബാപ്പാനടുത്ത് ചോദിക്കുകയാണ്, ബാപ്പ എന്താ എന്നെ വിളിച്ചതെന്ന്. അപ്പോ ഇപ്പുറത്ത് എന്താ നടക്കുന്നത്? മുഹമ്മദ് നബി ആ തക്കം നോക്കിയിട്ട് ഈ മാരിയത്തുൽ കിബിത്തിയ എന്ന് പറയുന്ന അടിമപ്പെണ്ണിന് അവിടെ ഹഫ്സയുടെ കട്ടിലിലിട്ട് അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? ചെയ്തു പൂശി. പറഞ്ഞ പൂശി പൂശി. അതെ, അതാണ് കറക്റ്റ്. അപ്പുറത്ത് എന്താ ബാപ്പ എന്നെ വിളിച്ചെന്ന് ഹഫ്സ ചോദിച്ചവിടെ നിർത്തിയിരിക്കുകയാണ്. തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ല. അപ്പോ ഹഫ്സാന്റെ ബാപ്പ എന്നെ ആരപ്പം ഇങ്ങോട്ട് വിളിച്ചതെന്ന്. അപ്പൊ അല്ല, എന്റെ മമ്മദ് കായി പറഞ്ഞു ഞങ്ങൾ വിളിച്ചതെന്ന്. ഞാൻ വിളിക്കുക, എന്നെന്തിനാ ഞാൻ വിളിക്കണത്? എന്നെ ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. ഹഫ്സ തിരിച്ച് വേഗം വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോ അവിടെ കാണുന്ന കാഴ്ച എന്താണ്? എന്തെടുക്കണായിരുന്നു? കുറെ നേരമായല്ല സംഭവിച്ചു. അപ്പൊ ഹഫ്സ വളരെയധികം ചൂടായി. നിങ്ങൾ എന്നെ പറഞ്ഞു പറ്റിച്ചു അല്ലേ? എന്നെ നിങ്ങൾ ഇതിനാണല്ലേ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? നിങ്ങൾക്ക് ഇത്രക്ക് ഇത്തിനി ഹിമ്മത്ത് എന്ന് ചോദിച്ചു. അപ്പൊ എന്താ ഉണ്ടായത്? മമ്മദ് മാപ്പ് പറഞ്ഞു. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു.